മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് ഇന്ന് ആറ്റത്തിൻ്റെ ഡിഫറെൻറ്റ് മോഡേൺ മോഡൽസൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും കെമിസ്ട്രിയിലൊക്കെ. നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ആറ്റത്തിൻ്റെ ഡിഫറെൻറ്റ് ആറ്റം മോഡൽസാണ് ഇന്ന് പഠിക്കാൻ പോവുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ആറ്റം മോഡൽ എന്ന് പറയുന്നത് തോംസൺ പ്രപ്പോസ് ചെയ്ത പ്ലം പുഡിംഗ് മോഡൽ ആണ് അല്ലേ. എന്താണ് പ്ലം പുഡിംഗ് മോഡൽ അല്ലെ തോംസൺസ് ആറ്റം മോഡൽ? തോംസൺസ് ആറ്റം മോഡൽ അനുസരിച്ച് ആറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയറാണ്. ഇറ്റ് ഹാസ് എ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ and it is a sphere of uniform positive charge. And the diameter of the atom is very small, of the order of 10⁻⁻10 meter or 1 angstrom unit. അപ്പോൾ അങ്ങനെ ഉള്ള ഈ ആറ്റം പോസിറ്റീവ് ചാർജുള്ള ആറ്റം പക്ഷെ ന്യൂട്രലാണ് എന്നറിയാം. അപ്പോൾ ഈ ആറ്റം എന്തുകൊണ്ടാണ് ന്യൂട്രൽ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തോംസൺസ് മോഡൽ സജസ്റ്റ് ചെയ്യുന്നത് എന്താ? ഇതിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഉണ്ട് എന്നും ഈ ഇലക്ട്രോൺസ് ഈ യൂണിഫോം പോസിറ്റീവ് ചാർജുള്ള ആറ്റത്തിൽ അവിടെ ഇവിടെയായിട്ട് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുമാണ്. ലൈക്ക് ദ പ്ലംസ് ഇൻ എ പുഡിംഗ്. സോ ഇറ്റ് ഈസ് കോൾഡ് തോംസൺസ് പ്ലം പുഡിംഗ് മോഡൽ. സോ ദ നെഗറ്റീവ്ലി ചാർജഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ദ സ്ഫിയർ and the total charge of the atom is 0. ഇനി അന്ന് അറിയാവുന്ന മറ്റൊരു കാര്യം, ചില സ്പെഷ്യൽ ആറ്റംസൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ അവയിൽ നിന്ന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ്. എന്തുകൊണ്ട് ആറ്റംസ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതെങ്ങനെ സാധിക്കുന്നു? അതിന് തോംസൺ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്തെന്ന് വെച്ചാൽ, ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് അവ ഇരിക്കുന്നിടത്തിരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ചാർജുള്ള ഇലക്ട്രോൺസിന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് തോംസൺസ് ആറ്റം മോഡൽ അനുസരിച്ച് ആറ്റത്തിൻ്റെ ഒരു സ്ട്രക്ചർ. പക്ഷെ നിങ്ങൾക്കറിയാം ഈ ആറ്റം മോഡലിന് പല ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് തോംസൺസ് ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. തോംസൺസ് ആറ്റം മോഡൽ അനുസരിച്ച് ആറ്റത്തിന് യൂണിഫോം പോസിറ്റീവ് ചാർജാണുള്ളത് അല്ലേ. ഇതിന് ശേഷം നമ്മൾ കണ്ടക്ട് ചെയ്ത അല്ലെങ്കിൽ റദർഫോർഡിൻ്റെ സ്റ്റുഡൻസ് ആയിരുന്ന ഗീഗർ മാർഡസൺ, ഈ രണ്ട് സയൻറ്റിസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്കറിയാം. ഈ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ പല ആൽഫ പാർട്ടിക്കിൾസും പല ആംഗിൾസിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ തോംസൺസ് ആറ്റം മോഡൽ അനുസരിച്ച് നമുക്കറിയാം ആറ്റം യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫിയറാണ്, പോസിറ്റീവ് ചാർജുള്ള സ്ഫിയറാണ്. എങ്കിൽ ഈ ആറ്റത്തിലേക്ക് പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ആ ആൽഫ പാർട്ടിക്കിൾസ് എല്ലാം ഒരേപോലെ സ്കാറ്റർ ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ഒരേ ആംഗിൾസ് ഓഫ് സ്കാറ്ററിംഗ് ആണ് എല്ലാ ആൽഫ പാർട്ടിക്കിൾസിനും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തോംസൺസ് മോഡൽ അനുസരിച്ച്. പക്ഷേ എക്സ്പെരിമെൻറ്റിൽ കിട്ടിയ റിസൾട്ട് അതായിരുന്നില്ല. മജോറിറ്റി ആൽഫ പാർട്ടിക്കിൾസും അൺഡിവേറ്റഡ് ആയിട്ട് പോകുന്നതായിട്ടും വളരെ കുറച്ചെണ്ണം മാത്രം ലാർജ് ആംഗിൾസിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു റിസൾട്ടാണ്. എന്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് ആറ്റംസ് ലാർജ് ആംഗിൾസിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തോംസൺസ് മോഡലിന് സാധിച്ചില്ല. ഇതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. അതുപോലെ നമ്മൾ ആ ആറ്റത്തിൽ നിന്ന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ റേഡിയേഷൻസ് സ്റ്റഡി ചെയ്യുമ്പോൾ വി ക്യാൻ സീ ഡിഫറെൻറ്റ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ റേഡിയേഷൻസ് എമിറ്റഡ് ബൈ ആറ്റംസ്. ഈ ഓരോ സ്പെക്ട്രൽ ലൈനും ഓരോ ഡെഫിനറ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില ഡെഫിനറ്റ് ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻസ് മാത്രം ആറ്റം എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളതും തോംസൺസ് മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് തോംസൺസ് മോഡലിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് ഉള്ളത്. ഇനി തോംസൺസ് മോഡലിൻ്റെ ഡ്രോബാക്സ് ഓവർകം ചെയ്യുന്നതാണ് റദർഫോർഡ്സ് മോഡൽ. റദർഫോർഡ് മോഡൽ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഗീഗർ മാർസ്ഡൻ എക്സ്പെരിമെൻറ്റിൽ നിന്നാണ്. എന്താണ് ഗീഗർ മാർസ്ഡൻ എക്സ്പെരിമെൻ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം.
ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ഈ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് നിങ്ങളിവിടെ കാണുന്നത്. നമുക്കൊരു വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിൽ കാണാം. ഇതിൻ്റെ തിക്നെസ് ഏകദേശം 10⁻⁻⁴ മീറ്ററാണ്, എന്ന് പറഞ്ഞാൽ 0.1 മില്ലിമീറ്ററാണ്. അപ്പോൾ അത്രയും വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലിലേക്ക് നാരോ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസിനെ ഇൻസിഡൻറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഈ നാരോ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ലെഡ് ബോക്സിനകത്ത് വെച്ചിരിക്കുന്ന റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ്. അപ്പോൾ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ആറ്റംസ് ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യപ്പെടും. അവ ലെഡ് ബോക്സിൽ കൂടി കടന്നു പോകുകയില്ല. അപ്പോൾ ലെഡ് ബോക്സിൽ നമ്മൾ ചെറിയൊരു ഹോള് കൊടുക്കും. ആ ഹോളിൽ കൂടിയാണ് ഈ ആൽഫ പാർട്ടിക്കിൾസ് എമർജ് ചെയ്യുക. അങ്ങനെ വരുന്ന ആൽഫ പാർട്ടിക്കിൾസിനെ വീണ്ടും നമ്മൾ ലെഡ് കൊണ്ടുള്ള ചെറിയ സ്ലിറ്റുകളിൽ കൂടി കടത്തിവിടുന്നു. ലെഡ് സ്ക്രീനിൽ കൂടി, ആ സ്ക്രീനിൽ ചെറിയ സ്ലിറ്റുകളുണ്ട്. അങ്ങനെ സ്ലിറ്റുകളിൽ കൂടി കടത്തിവിട്ട് വളരെ നാരോ ആയിട്ടുള്ള ഒരു ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ബീമിനെ നമ്മൾ ഗോൾഡ് ഫോയിലിൽ വീഴിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഗോൾഡ് ഫോയിലിൽ വീണ ആൽഫ പാർട്ടിക്കിൾസ് പല ആംഗിൾസിൽ സ്കാറ്റർ ചെയ്യപ്പെടും. അങ്ങനെ സ്കാറ്റർ ചെയ്യപ്പെടുന്ന ആൽഫ പാർട്ടിക്കിൾസിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു സിങ്ക് സൾഫൈഡ് സ്ക്രീനും ഒരു ഡിറ്റക്ടറും യൂസ് ചെയ്യുന്നുണ്ട്. ഈ സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ ആൽഫ പാർട്ടിക്കിൾസ് വന്ന് വീഴുമ്പോൾ അവിടെ സിൻറ്റിലേഷൻസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഫ്ലാഷസ് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഈ ഫ്ലാഷസിനെ നമ്മളൊരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ കണ്ടു ആൽഫ പാർട്ടിക്കിൾസ് പല ആംഗിൾസിലാണ് സ്കാറ്റർ ചെയ്യപ്പെടുക. അങ്ങനെ 0 to 180 ഡിഗ്രിയിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്ന ആൽഫ പാർട്ടിക്കിൾസിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ സിങ്ക് സൾഫൈഡ് സ്ക്രീനും ഡിറ്റക്ടറും അല്ലെങ്കിൽ മൈക്രോസ്കോപ്പും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു എ നാരോ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഈസ് പ്രൊഡ്യൂസ്ഡ് and this alpha particle is allowed to fall on a gold foil of thickness 10⁻⁻⁴ meter, which is placed in the path of alpha particles. The alpha particles scattered from the gold foil is observed through a mobile detector which consists of zinc sulfide screen and a microscope. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഇനി എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് 3 ഡയമെൻഷനിലായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ലെഡ് ബോക്സ്. ഇവിടെയുള്ള ഹോളിൽ കൂടി ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നു. അത് ഈ ഇവിടെ വെച്ചിരിക്കുന്ന ഗോൾഡ് ഫോയിലിൽ വീഴുന്നു. അങ്ങനെ ഗോൾഡ് ഫോയിലിൽ വീഴുന്ന ആൽഫ പാർട്ടിക്കിൾസ് നമ്മൾ കണ്ടു പല ആംഗിൾസിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. 0 to 180 ഡിഗ്രിയിലാണ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യപ്പെടുക. അങ്ങനെ സ്കാറ്റർ ചെയ്യപ്പെടുന്ന ആൽഫ പാർട്ടിക്കിൾസിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സർക്കുലർ ഷേപ്പിലുള്ള അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പിൽ തന്നെയുള്ള ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീനാണ് യൂസ് ചെയ്യുക. ഈ സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ ആൽഫ പാർട്ടിക്കിൾസ് വീഴുമ്പോൾ ഫ്ലാഷസ് ഉണ്ടാകും. ആ ഫ്ലാഷസിനെ നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്യുകയും ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ ആംഗിളിലും സ്കാറ്റർ ചെയ്യപ്പെടുന്ന ആൽഫ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യുകയും അങ്ങനെ ഓരോ ആംഗിളിലും സ്കാറ്റർ ചെയ്യപ്പെടുന്ന ആൽഫ പാർട്ടിക്കിൾസ് എണ്ണം കൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫൊക്കെ വരയ്ക്കുന്നുണ്ട്. ആ ഗ്രാഫ് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തൊക്കെയാണ് എന്നാദ്യം നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് എമർജഡ് അൺഡിഫ്ലക്റ്റഡ് ഓർ ഷോഡ് ഓൺലി ലിറ്റിൽ ഡിഫ്ലക്ഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതിന് മുമ്പത്തെ ഫിഗറിൽ കണ്ടു ഇതിൽ വീഴുന്ന മജോറിറ്റി ആൽഫ പാർട്ടിക്കിൾസും വളരെ ചെറിയ സ്കാറ്ററിംഗ് ആംഗിളിൽ മാത്രമാണ് വരുന്നത് എന്ന്. മജോറിറ്റിയും അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പാസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും. അതുപോലെ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് മാത്രമേ ലാർജ് ആംഗിൾസിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നുള്ളൂ. പക്ഷെ വളരെ കുറച്ചാണെങ്കിൽ പോലും കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് 180 ഡിഗ്രിയിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ നമുക്കതിൻ്റെ റിസൾട്ടുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് കാണിക്കാം. കുറേ ആൽഫ പാർട്ടിക്കിൾസ്, മജോറിറ്റി ആൽഫ പാർട്ടിക്കിൾസും അൺഡിവേറ്റഡ് ആയിട്ട് പോകുന്നു. കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ലാർജ് ആംഗിളിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നു. വളരെ കുറച്ചെണ്ണമാണെങ്കിൽ പോലും
വെരി ഹൈ ആംഗിൾസിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നു. ഇനി കുറച്ചെണ്ണം 180 ഡിഗ്രിയിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. ഇതിൻ്റെ ഗ്രാഫ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഗ്രാഫ്. സ്കാറ്ററിങ് ആംഗിൾ എക്സ് ആക്സിസിലും 0 to 180 ഡിഗ്രി സ്കാറ്ററിങ് ആംഗിളുണ്ട്, അത് എക്സ് ആക്സിസിലും. ഓരോ ആംഗിളിലും സ്കാറ്റർ ചെയ്യപ്പെടുന്ന ആൽഫ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം വൈ ആക്സിസിലും എടുത്താണ് ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വൈ ആക്സിസിൽ നമ്മൾ എടുത്തിരിക്കുന്നത് സ്കെയില് 10ൻ്റെ പവറുകളാണ്. 10, 10⁻²2 എന്ന് പറഞ്ഞാൽ 100, 10⁻³ എന്ന് പറഞ്ഞാൽ 1000, 10,000, lakh, 10 lakh ആൻഡ് 1 crore. ഈ ഒരു സ്കെയിലാണ് എടുത്തിരിക്കുക. 10 ഡിവിഷൻ എന്ന് പറയുന്നത് 10⁻1 ഈക്വലാണ് അല്ലേ. ആ 10ൻ്റെ പവറിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ഗ്രാഫ് വരച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വരച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള ഗ്രാഫാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, 1 കോടിയോളം ആൽഫ പാർട്ടിക്കിൾസ് നമ്മൾ എടുത്താൽ അതിനകത്ത് 5 ഡിഗ്രിയിൽ താഴെ സ്കാറ്റർ ചെയ്യപ്പെടുന്നവയാണ് മജോറിറ്റി. 1 കോടിയോട് അടുത്ത ആൽഫ പാർട്ടിക്കിൾസും 5 ഡിഗ്രി ആംഗിളിൽ താഴെ സ്കാറ്റർ ചെയ്യപ്പെടുന്നു. ഇനി ഒരു 10 lakh 1 crore 10 lakh താഴെ ആൽഫ പാർട്ടിക്കിൾസ് മാത്രമേ 10 ഡിഗ്രിയിൽ കൂടിയ ആംഗിളിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം 10 ആണ് കാണിച്ചിരിക്കുക. ഒരു 10 lakh താഴെയുള്ള ആൽഫ പാർട്ടിക്കിൾസ് മാത്രമേ 10 ഡിഗ്രി കൂടിയ ആംഗിൾസിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നു. ബാക്കിയെല്ലാം 10 ഡിഗ്രി താഴെ ആംഗിളിലാണ് സ്കാറ്റർ ചെയ്യപ്പെടുന്നതെന്ന് കാണാം. അതുപോലെ 20 ഡിഗ്രിക്ക് മേളിൽ സ്കാറ്ററിങ് ആംഗിൾ ഉള്ളത് 10,000 താഴെയുള്ള ആറ്റംസ് മാത്രമേ ഉള്ളൂ. 40 ഡിഗ്രിക്ക് മേളിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നത് 1000 താഴെ ആൽഫ പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ കാണാൻ സാധിക്കും. ഒരു 90 ഡിഗ്രിക്ക് മേളിലേക്ക് സ്കാറ്റർ ചെയ്യപ്പെടുന്നത് 100ഓളം ആൽഫ പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 കോടി ആൽഫ പാർട്ടിക്കിൾസ് എടുക്കുമ്പോൾ അതിൽ 100 എണ്ണം മാത്രമേ 90 ഡിഗ്രിക്ക് മേളിൽ ആംഗിൾസ് ഓഫ് സ്കാറ്ററിങ് കാണിക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എണ്ണം മാത്രമേ ഹൈ ആംഗിൾസിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നുള്ളൂ. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കും 180 ഡിഗ്രിയിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്ന ആൽഫ പാർട്ടിക്കിൾസും ഉണ്ട്, വളരെ കുറച്ചെണ്ണം ആണെങ്കിൽ പോലും. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇത് ഗീഗർ മാർഡൻ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട്സ് മൊത്തം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രാഫാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ആൽഫ പാർട്ടിക്കിൾസ് പല ആംഗിൾസിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ കുറച്ചെണ്ണം ആണെങ്കിൽ പോലും ലാർജ് ആംഗിൾസിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമുക്ക് തോംസൺസ് മോഡൽ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റുകളുടെ റിസൾട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റദർഫോർഡാണ്. അപ്പോൾ റദർഫോർഡിൻ്റെ എക്സ്പ്ലനേഷനാണ് നമുക്കിനി കാണാനുള്ളത്. അതിനു മുമ്പ് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയുടെ ഒരു ഭാഗം കാണാനായിട്ട് നോക്കാം. The plum pudding model of an atom was one of the most widely accepted models all over the world for understanding the structure of the atom. However, several experiments performed by scientists to study the atomic structure showed astonishingly different results. They were contradicting the plum pudding model. This led many scientists all over the globe to reconsider the structure of an atom and study it again. Around the year 1911, a British physicist, Ernst Rutherford, carried out the famous gold foil experiment. He did this to understand the structure of an atom. The experiment was carried out by Rutherford along with Hans Geiger and Geiger Marsden. The experiment he performed was a breakthrough in the field of chemistry, which helped him understand the structure of an atom in a more accurate manner. This is how the setup of his experiment looked like. As we can see here, he used a source of alpha particles locked in a lead container with a very small slit. This ensured that the alpha particles only came out through a small opening and traveled in a straight line. But why did he select alpha particles in the first place? Well, the alpha particles were having high energy and were heavier as well. So if we say the atom is like a pudding of positively charged particles with electrons embedded in it, then the particles will pass straight through it.
This is obvious because the heavier particles will pierce through the lighter pudding structure of the atom and pass through it. This is what Rutherford thought. For this reason, their greater mass and energy compared to the protons made him choose alpha particles for the experiment. Next, he used a very thin gold foil on which the alpha particles would bombard. Why did he choose a gold foil? Well, a really thin gold foil was estimated to contain approximately 1000 atoms. Lesser the atoms, more convenient the experiment would be. Lastly, are we able to locate this circular band with a gap here? What could this be? Well, this is the screen. A fluorescent screen that would help us detect the radiation. That means this screen will glow or emit fluorescent light whenever alpha particles will hit it. So this is how the track of alpha particles can be traced. Now we're all set to understand how the experiment worked. The alpha particles were emitted from the element present in this box. These directly hit the gold foil. Now what should happen ideally? As we know, the Thomson's model suggested that an atom is a sphere of positive charge with negative electrons embedded inside it. That means it is expected that the alpha particles will pass right through the atoms and hit the detector straight. And why so? Because the mass of alpha particles is heavier than the mass of positive charges. That means they should directly hit the atom and move ahead through it. Only a very small deviation would probably be acceptable in this case. But is this what he observed? Not really. He was astonished to get unexpected results. What results did he get? He found that most of the fast-moving alpha particles passed straight through the foil and hit the detector. However, some particles got deflected by small angles. And lastly, to his astonishment, few alpha particles also rebounded. Now, how can this be possible? These three observations made Rutherford think that the plum pudding model is not really correct. Based on the conclusions he had, he put forward the new hypothesis explaining the structure of atoms. What were his conclusions? Let us have a look at the conclusions by Rutherford, followed by the new atomic model put forth by him in the next video. ഇപ്പോൾ റദർഫോർഡ് ഇതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ലാർജ് ആംഗിൾസിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതിന് അദ്ദേഹം കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്താണ് നോക്കാം. അപ്പോൾ റദർഫോർഡിൻ്റെ എക്സ്പ്ലനേഷൻ അനുസരിച്ച് ആറ്റത്തിൻ്റെ മുഴുവൻ മാസും അതുപോലെ അതിൻ്റെ പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ചെറിയ ഒരു സ്പേസിലാണ്. ആൻഡ് ഇറ്റ് ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ആറ്റം and this space is called a nucleus. So the all mass and positive charge of the atom is concentrated in the nucleus. ഇനി ആറ്റം ന്യൂട്രലാണ്, അവയിൽ ഇലക്ട്രോൺസ് ഉണ്ട് ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട്. അപ്പം റദർഫോർഡ് പറയുന്നത് എന്താണെന്ന് നോക്കുക. ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എംപ്റ്റി. അങ്ങനെ ആ എംപ്റ്റി സ്പേസിൽ കൂടി ആൽഫ പാർട്ടിക്കിൾസ് കടന്നു പോകുന്നത് കൊണ്ടാണ് മജോറിറ്റി ആൽഫ പാർട്ടിക്കിൾസും അൺഡിവിയേറ്റഡ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ഇതാണ് ആൽഫ പാർട്ടിക്കിൾസ് അൺഡിവിയേറ്റഡ് ആയിട്ട് പാസ് ചെയ്യുന്നതിന് അദ്ദേഹം കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ. അപ്പോൾ ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസ് വളരെ ചെറുതാണ്. ന്യൂക്ലിയസിനകത്താണ് ആറ്റത്തിൻ്റെ മാസും പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. അങ്ങനെ ആറ്റത്തിനകത്ത് മുഴുവൻ എംപ്റ്റി സ്പേസ് ഉണ്ട്. എംപ്റ്റി സ്പേസിൽ കൂടി പോകുന്ന ആൽഫ പാർട്ടിക്കിൾസ് അൺഡിവേറ്റഡ് ആയിട്ട് പോകുന്നു. ഇതാണ് അദ്ദേഹം കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ. ഇനി എന്തുകൊണ്ടാണ് ആൽഫ പാർട്ടിക്കിൾസ് ലാർജ് ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതിന് എക്സ്പ്ലനേഷൻ ആയിരിക്കും അദ്ദേഹം കൊടുക്കുക എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ട് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്നു അല്ലെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നതിന് അദ്ദേഹം കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഇതാണ്. ആൽഫ പാർട്ടിക്കിൾസിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസ് പോസിറ്റീവ് ചാർജുള്ള ഗോൾഡ് ന്യൂക്ലിയസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് എക്സർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് സ്കാറ്റർ ചെയ്യപ്പെടുന്നത്.
അപ്പോൾ both alpha particles and nucleus has positive charge and the electrostatic force between them is governed by Coulomb's law എന്നാണ് റദർഫോർഡ് സജസ്റ്റ് ചെയ്യുക. അതുപോലെ ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യപ്പെടുന്നത് ഈ റിപ്പൾസീവ് ഫോഴ്സ് മൂലമുള്ള എൻകൗണ്ടർ മൂലമാണ്. ആൽഫ പാർട്ടിക്കിളും ന്യൂക്ലിയസും തമ്മിലുള്ള എൻകൗണ്ടർ മൂലമാണ് അവ സ്കാറ്റർ ചെയ്യപ്പെടുന്നത്. ഇനി എന്തുകൊണ്ട് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യപ്പെടുന്നു, അതിന് അദ്ദേഹം കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഇതാണ്. ന്യൂക്ലിയസിൻ്റെ മാസ് വളരെ ഹൈ ആണ് കമ്പയർഡ് ടു ദ മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. അതുകൊണ്ട് ഈ ഒരു എൻകൗണ്ടർ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് എക്സർട്ട് ചെയ്യപ്പെടുമ്പോൾ മാസ് കൂടിയ ഗോൾഡ് ന്യൂക്ലിയസ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയും മാസ് വളരെ കുറഞ്ഞ ആൽഫ പാർട്ടിക്കിൾ ഈ എൻകൗണ്ടറിൽ ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഈ റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റദർഫോർഡിൻ്റെ മെത്തേഡിൽ. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട റിസൾട്ടുകൾ. റദർഫോർഡ് മോഡൽ ഉപയോഗിച്ച് നമുക്കതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാം. റദർഫോർഡ് മോഡൽ അനുസരിച്ച് നമ്മൾ കണ്ടു ആറ്റത്തിനകത്ത് വളരെ ചെറിയൊരു ന്യൂക്ലിയസ് ഉണ്ട്. അത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതിനേക്കാൾ വളരെ ചെറുതാണ്. ആറ്റത്തിൻ്റെ ലക്ഷത്തിലൊരംശം മാത്രമേ വലുപ്പമേ ന്യൂക്ലിയസിനുള്ളൂ. അപ്പോൾ അതൊരു പോയിൻ്റായിട്ട് വേണം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ന്യൂക്ലിയസിലാണ് പോസിറ്റീവ് ചാർജും മാസും മുഴുവൻ ആറ്റത്തിൻ്റേത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ബാക്കിയുള്ള സ്പേസിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇലക്ട്രോണിൻ്റെ മാസ് വളരെ വളരെ കുറവാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രോൺസ് വളരെ ചെറുതുമാണ്. ഇപ്പോൾ ബാക്കിയുള്ള ഈ ആറ്റത്തിൽ ന്യൂക്ലിയസിന് പുറമേയുള്ള സ്പേസ് ഓൾമോസ്റ്റ് എംറ്റിയാണ്. അങ്ങനെ ഈ എംറ്റി സ്പേസിൽ കൂടി പോകുന്ന ആൽഫ പാർട്ടിക്കിൾസാണ് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോകുന്നത്. ഇതാണ് റദർഫോർഡ് കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ. ഇനി എന്തുകൊണ്ട് ചില ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു, അതിന് അദ്ദേഹം കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഇതാണ്. ആൽഫ പാർട്ടിക്കിൾസിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതുപോലെ ന്യൂക്ലിയസിനും പോസിറ്റീവ് ചാർജ് ഉണ്ട്. അവ തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് കുളുംബ്സ് ലോ ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കുളുംബ്സ് ലോ അനുസരിച്ച് റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അവ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് കുറേ ദൂരെ കൂടി പോകുന്ന ആൽഫ പാർട്ടിക്കിൾസ് ഈ റിപ്പൾസീവ് ഫോഴ്സ് മൂലം ചെറുതായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടും. പക്ഷേ ന്യൂക്ലിയസിനോട് അടുത്തൂടെ പോകുന്ന ആൽഫ പാർട്ടിക്കിൾസിന് ഈ ഡിഫ്ലക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതുപോലെ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിന് നേരെ വരുന്ന ഒരു ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ അത് ഈ റിപ്പൾസീവ് ഫോഴ്സ് മൂലം വളരെ അകലെ വെച്ച് തന്നെ നേരെ തിരിച്ച് റീബൗണ്ട് ചെയ്ത് വരാനുള്ള സാധ്യതയും ഉണ്ട്. ഇതാണ് തോംസൺസ് മോഡൽ അല്ലെങ്കിൽ തോംസൺസ് എക്സ്പ്ലനേഷൻ ഫോർ സ്കാറ്ററിങ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ്. ഇവിടെ നമുക്കത് കുറച്ചുകൂടെ കാണാം ക്ലിയർ ആയിട്ട്. ഇതൊരു ആറ്റത്തിൻ്റെ സെൻട്രൽ ന്യൂക്ലിയസ്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ആ ഇലക്ട്രോൺസ് അല്ലാത്ത സ്പേസൊക്കെ എംറ്റിയാണ്. അങ്ങനെ എംറ്റി സ്പേസിൽ കൂടി പോകുന്ന ആൽഫ പാർട്ടിക്കിൾസ് അൺഡിവേറ്റഡ് ആയിട്ട് പോകുന്നു. പക്ഷേ ന്യൂക്ലിയസിന് അടുത്തുകൂടി പോകുന്ന ആൽഫ പാർട്ടിക്കിൾസ് റിപ്പൾസീവ് ഫോഴ്സ് മൂലം ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. ഇനി ന്യൂക്ലിയസിന് വളരെ അടുത്ത് വരുന്ന ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റ് ചെയ്ത് ലാർജ് ആംഗിൾസിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നു. അതുപോലെ ഇനി സെൻറ്ററിന് നേരെ ഒരെണ്ണം വരുന്നെങ്കിൽ അത് അതേ ഡയറക്ഷനിൽ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 180 ഡിഗ്രിയിൽ സ്കാറ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റുകളും അതുപോലെ ഈ റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റദർഫോർഡ് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻസും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് റദർഫോർഡ് അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് റദർഫോർഡ് ആറ്റം മോഡൽ എന്താണ് എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു റദർഫോർഡ്സ് ആറ്റം മോഡൽ, ആറ്റം കൺസിസ്റ്റ് ഓഫ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്. ദ ഓൾ മാസ് ആൻഡ് പോസിറ്റീവ് ചാർജ്, ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്കറിയാതെ പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ്. ആ പാർട്ടിക്കിൾസ് എല്ലാം ദേ ആർ കോൺസെൻട്രേറ്റഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ ഓർബിറ്റ്സ്. ദീസ് റിവോൾവിംഗ് ഇലക്ട്രോൺസ് ക്യാൻ എമിറ്റ് റേഡിയേഷൻസ്. ഇതാണ് റദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. ഇനി നമുക്ക് ഈ റദർഫോർഡ് മോഡൽ അല്ലെങ്കിൽ റദർഫോർഡിൻ്റെ എക്സ്പ്ലനേഷൻസ് കാണിക്കുന്ന ഒരു വീഡിയോ കാണാം. Rutherford's gold foil experiment gave him interesting results. What results did he get, by the way? Let me recall them for you.
He found that most of the fast-moving alpha particles passed straight through the foil and hit the detector. However, some particles got deflected by small angles. And lastly, to his astonishment, few alpha particles also rebounded. Now, how can this be possible? These three observations made Rutherford think that the plum pudding model is not really correct. Let us take a simplified example to understand the inferences first. Let us imagine that we have a ball made up of cotton. The cotton in the ball is very sparsely distributed and has an extremely tiny circle or sphere located at the center. This sphere is quite hard and dense. So hard that it can even resist a bullet shot against it. Now, what will happen if you shoot many bullets across this cotton ball? Most of them will travel straight through the cotton surface. What will happen if a bullet hits the edge of the central heavy mass? In this case, the bullet will slightly change their path and get deviated. So, looking at the size of the central mass, it's obvious that only some of the bullets will get deviated. Lastly, what happens when a bullet hits the center directly? Needless to say, it will bounce back, because we know that the central dense mass is too hard for the bullet to pass through. So very few bullets will bounce back. This is analogous to what Rutherford had inferred about the atomic structure. His first conclusion was that most of the space inside an atom is empty. This is because most of the alpha particles could easily pass through the atoms and hit the detector straight. Now, if most of the space is empty inside an atom, then where is the positive charge located? Well, that's the second conclusion. The positive charge is compactly packed in a tiny entity. This occupies an extremely small space inside the atom. Now, why did he think so? Let's go back to our cotton ball and bullet example. Can you recall the second and the third case? Yes, the bullets get deviated on hitting the tiny sphere of the edge, and they will rebound when they hit the center. Same explanation holds true for this. A few alpha particles get deviated. That means there is a possibility that these hit the edge of the positive center. Yes, and one more possibility is that they get deviated because the positive center repels the alpha particles as they're also positively charged. Also, a very small number of alpha particles rebounded. That means there is a possibility that these alpha particles had directly hit the positive center. But since the number of these rebounding particles is too small, it explains that the volume occupied by the positive center is also very small. If the space occupied would have been big enough, then the number of alpha particles bouncing back would also be greater. So let's say there are gold particles in the foil. He found that most of the rays pass straight through the atoms. A few rays change their path and get deflected. Lastly, very few particles bounce back. These results compelled Rutherford to come up with a new nuclear model. Let's have a look at the hypothesis put forward by him. Firstly, there's a positively charged center in an atom called nucleus. Nearly all the mass of an atom resides in the nucleus. Secondly, the electrons revolve around the nucleus in circular paths. Thirdly, the size of the nucleus is very small compared to the size of an atom. However, theoretically, there were many flaws in the hypothesis. Let's have a look at the drawbacks in Rutherford's hypothesis in the next video. Also, അടുത്തതായിട്ട് നമുക്ക് പുതിയ രണ്ട് കൺസെപ്റ്റ്സ് ഇതിനകത്ത് പഠിക്കാനുണ്ട്. നിങ്ങളത് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവില്ല. അതിൽ ഒന്നാമത്തത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്നുള്ള ടേമാണ്. എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്നുകൊണ്ട് മീൻ ചെയ്യുക? നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾസ് പലതും ന്യൂക്ലിയസിനടുത്തേക്ക് വരുമെങ്കിലും ന്യൂക്ലിയസിലെത്തുന്നതിന് മുമ്പേ അവ റീബൗണ്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നു. അത് ഏറ്റവും മാക്സിമം ആകുമ്പോഴാണ് റിപ്പൽ ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഒരു ആൽഫ പാർട്ടിക്കിൾ റിപ്പൽ ചെയ്യപ്പെടുന്നതെന്ന് കരുതുക. ന്യൂക്ലിയസിൻ്റെ സെൻറ്ററും ഈ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന പോയിൻറ്റും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്നതുകൊണ്ട് മീൻ ചെയ്യുക.
ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ന്യൂക്ലിയസിലേക്ക് വരുന്ന ആൽഫ പാർട്ടിക്കിൾസ് ആകണം എന്നില്ല. അവ ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്നതും ആകാം. എവിടെ വെച്ചാണോ അവ ഡീവിയേറ്റ് ചെയ്യപ്പെടുക, ആ ഡീവിയേറ്റ് ചെയ്യുന്ന പൊസിഷനും ന്യൂക്ലിയസിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്നുകൊണ്ട് മീൻ ചെയ്യുക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ഫ്രം ദ ഗോൾഡ് ന്യൂക്ലിയസ് at the moment of scattering, and we can calculate an equation for the distance of closest approach by considering the process of scattering. എപ്പോഴാണ് ഒരു ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യപ്പെടുക എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഈ ആൽഫ പാർട്ടിക്കിൾസ് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ അവയ്ക്ക് ഹൈ കൈനറ്റിക് എനർജിയോടെയാണ് എമിറ്റ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ ഹൈ കൈനറ്റിക് എനർജി ഉള്ളതുകൊണ്ടാണ് ആൽഫ പാർട്ടിക്കിൾസ് ന്യൂക്ലിയസിനടുത്തേക്ക് വരുന്നത്. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതുപോലെ ആൽഫ പാർട്ടിക്കിൾസിനും പോസിറ്റീവ് ചാർജ് ഉണ്ട്. അവ തമ്മിലൊരു റിപ്പൾസീവ് ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഈ റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്താൽ മാത്രമേ ആൽഫ പാർട്ടിക്കിൾസിന് ന്യൂക്ലിയസിലേക്ക് വരാനായിട്ട് സാധ്യതയുള്ളൂ. ഈ ഹൈ എനർജിയോടെ എമിറ്റ് ചെയ്യപ്പെടുന്ന ആൽഫ പാർട്ടിക്കിൾസിന് ഈ റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് അവ ന്യൂക്ലിയസിലേക്ക് വരുന്നത്. പക്ഷെ നമുക്കറിയാം, ഈ റിപ്പൾസീവ് ഫോഴ്സ് ന്യൂക്ലിയസിനോട് അടുക്കും തോറും കൂടിക്കൂടി വരും. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². അപ്പോൾ അങ്ങനെ ഈ റിപ്പൾസീവ് ഫോഴ്സ് കൂടുന്തോറും കൈനറ്റിക് എനർജി കൂടുതൽ നമുക്ക് ഈ റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് ഈ ആൽഫ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി കുറഞ്ഞു വരികയും ചെയ്യും. അങ്ങനെ കൈനറ്റിക് എനർജി കുറഞ്ഞു വന്ന് അത് 0 ആകുന്ന സമയത്ത് ആ ആൽഫ പാർട്ടിക്കിൾസ് ന്യൂക്ലിയസ് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മാക്സിമം ആവുകയും ചെയ്യും. ആ സമയത്താണ് ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുക. അങ്ങനെയാണെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ന്യൂക്ലിയസുമായിട്ടുള്ള ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് r0 വാല്യൂ, ആ ഒരു പൊസിഷനിൽ ഏറ്റവും മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഈ സിസ്റ്റത്തിനുണ്ട് എന്ന് നമുക്കറിയാം. ആ പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, Q1 Q2 ചാർജുള്ള 2 പാർട്ടിക്കിൾസ് r0 അകലത്തിലിരിക്കുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ P = 1/4πε0 Q1 Q2/r0 എന്ന്. ഇവിടെ നമുക്ക് ഈ Q1 എന്ന് പറയുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജായിട്ട് എടുക്കാം. അതിനകത്ത് 2 പ്രോട്ടോൺസാണ് ഉള്ളത്. അപ്പോൾ 2 പ്രോട്ടോണുകളുടെ ചാർജ് 2e. അതുപോലെ Q2 എന്ന് പറയുന്ന ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജാണ്. ഗോൾഡ് ന്യൂക്ലിയസിൽ Z പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ ആ Z പ്രോട്ടോൺസിൻ്റെ ചാർജ് Z × E എന്നെഴുതാം. ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് ആണെങ്കിലും നിങ്ങൾക്കറിയാം, പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ചാർജ് ഈക്വലും ഓപ്പോസിറ്റുമാണ്. അപ്പോൾ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്, പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇലക്ട്രോണിൻ്റെ ചാർജ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ E എന്ന് എഴുതുന്നത്. അപ്പോൾ 2e × ZE, ദാറ്റ് മീൻസ് 2ZE²/r0. ഇതാണ് r0 അകലത്തിൽ ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ കണ്ടു, ഈ പൊട്ടൻഷ്യൽ എനർജി r0 അകലത്തിൽ മാക്സിമം ആകുന്നു. ആ സമയത്ത് കൈനറ്റിക് എനർജി 0 ആകുന്നു. ഇവിടെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, കൈനറ്റിക് എനർജി മാക്സിമം ആണ്. അടുത്തേക്ക് വരുന്തോറും കൈനറ്റിക് എനർജി കുറഞ്ഞു വരികയും അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൂടി വരികയും ചെയ്യും. ഇത് കൈനറ്റിക് എനർജി ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു പൊട്ടൻഷ്യൽ എനർജി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ r0 അകലത്തിൽ കൈനറ്റിക് എനർജി 0 ആകുന്നു എന്ന് പറഞ്ഞാൽ ഈ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ is equal to the maximum potential energy at r0 distance. So we can equate these two. Kinetic energy at the starting point is equal to potential energy at a distance r0. ഈ ഇക്വേഷനിൽ നിന്ന് we can get the equation for r0 as 1/4πε0 2ZE²/EK. r0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക, EK താഴേക്കും പോകും. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. സോ വി ക്യാൻ സീ ദാറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൈനറ്റിക് എനർജി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ. എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുക?
കൈനറ്റിക് എനർജി കൂടുതലുള്ള ആൽഫ പാർട്ടിക്കിൾസിന് R0 വാല്യൂ കുറവായിരിക്കും. R0 വാല്യൂ കുറവ് എന്ന് പറഞ്ഞാൽ ആ ആൽഫ പാർട്ടിക്കിൾസ് ന്യൂക്ലിയസിന് അടുത്തേക്ക് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ന്യൂക്ലിയസിലേക്ക് അടുത്തേക്ക് കൂടുതൽ വരുന്നത് ഹൈ എനർജിയുള്ള ആൽഫ പാർട്ടിക്കിൾസ് ആണ് എന്നറിയാം. അതുപോലെ ലോ എനർജിയുള്ള ആൽഫ പാർട്ടിക്കിൾസ് ന്യൂക്ലിയസിൽ നിന്ന് വളരെ അകലെ വെച്ച് തന്നെ എന്ത് ചെയ്യപ്പെടും, സ്കാറ്റർ ചെയ്യപ്പെടും. അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസ്ഡ് അപ്രോച്ച് എന്നുള്ള ടേം. ഇതിൻ്റെ ഡെഫിനേഷനും ഈക്വേഷൻ ഡെറൈവ് ചെയ്യാനും നിങ്ങൾ പഠിക്കണം. ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇൻ എ Geiger Marsden experiment, what is the distance of closest approach to the nucleus of a 7.7 mega electron-volt alpha particle before it comes momentarily at rest and reverses its direction? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. 7.7 MeV എനർജിയുള്ള ഒരു ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിനടുത്തേക്ക് വരുമ്പോൾ അത് റെസ്റ്റിലാവുകയും അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് സ്കാറ്റർ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഇത് ഏത് അകലത്തിലാണ്, ആ ഡിസ്റ്റൻസ് എന്താണ്, അത് കണ്ടുപിടിക്കുക. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്. 7.7 MeV മെഗാ ഇലക്ട്രോണോൾട്ട് ആണ്. മെഗാ എന്ന് പറഞ്ഞാൽ 10⁶. 7.7 × 10⁶ എന്നുകൂടി വേണം. ഇവിടെ നമുക്ക് ഇൻറ്റു 10⁶ എന്ന് കൊടുക്കാം. ഇലക്ട്രോൺ വോൾട്ട്. ഇനി ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് 1.6 × 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതാണ് ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2 × 10⁻12 ജൂൾ. ഇപ്പോൾ ഇലക്ട്രോൺ ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി കിട്ടി. ഇനി ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. R0 = 1/4πε0 2Ze² കൈനറ്റിക് എനർജി എന്നാണ്. ഇതിൽ Z എന്ന് പറയുന്നത് ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ ആറ്റോമിക് നമ്പറാണ്, ദാറ്റ് ഈസ് 79. ആൻഡ് ഈ ഇലക്ട്രോണിൻ്റെ ചാർജാണ്, ദാറ്റ് ഈസ് 1.6 × 10⁻⁻19. ബാക്കി വാല്യൂസ് നമുക്കറിയാം. 1/4πε0യുടെ വാല്യൂ 9 × 10⁻⁹. അപ്പോൾ ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കൈനറ്റിക് എനർജിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതും കൊടുക്കുക. സോ R0 = 1/4πε0, ദാറ്റ് ഈസ് 9 × 10⁻9 ഇൻറ്റു 2 × Z ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ ആറ്റോമിക് നമ്പർ 79 ഇൻറ്റു ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁻19 ഹോൾ സ്ക്വയർ ബൈ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ 1.2 × 10⁻12. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 3 × 10⁻14 മീറ്റർ ഓർ 30 × 10⁻15 മീറ്റർ, ആൻഡ് ദാറ്റ് ഈസ് 30 ഫെർമി. 1 ഫെർമി ഈസ് 10⁻15 മീറ്റർ. സോ 30 ഫെർമി എന്നുള്ള ഒരു ഡിസ്റ്റൻസ് ന്യൂക്ലിയസിൻ്റെ സെൻറ്ററുമായിട്ട് വരുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ വരുമ്പോഴാണ് ന്യൂക്ലിയസിൽ നിന്ന് ഈ ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ നമ്മളൊരു ബ്രാക്കറ്റ് കൂടി കൊടുക്കണം, എങ്കിലേ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിനോമിനേറ്ററിൽ ഒന്നിൽ കൂടുതൽ ടേംസോ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ 10ൻ്റെ പവറോ ഒക്കെയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്ത് വേണം ചെയ്യാൻ. അപ്പം ന്യൂമറേറ്ററിലുള്ള എല്ലാം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഡിവൈഡഡ് ബൈ കൊടുത്തിട്ട് കാൽക്കുലേറ്ററിൽ ബ്രാക്കറ്റ് കൊടുക്കണം. ബ്രാക്കറ്റ് കൊടുത്ത് ഈ വാല്യൂ കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് വേണം ഈക്വൽ ടു കൊടുക്കുക. അപ്പോൾ അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പഠിക്കണം. കാൽക്കുലേറ്റർ ചെയ്ത് പഠിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് ഒരു ടേം കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതാണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്നുള്ള ടേം. എന്താണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്നുകൊണ്ട് മീൻ ചെയ്യുക? നമുക്കറിയാം, ഇവിടെ ഒരു ആൽഫ പാർട്ടിക്കിൾ വരുന്നതായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ന്യൂക്ലിയസിന് അടുത്തെത്തുമ്പോൾ കുളുംസ് റിപ്പൾസീവ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് സ്കാറ്റർ ചെയ്യപ്പെടുന്നു. സ്കാറ്റർ ചെയ്യപ്പെടുന്ന ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് ആൽഫ പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ എന്ന് വിചാരിക്കാം. ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ സ്കാറ്റർ ചെയ്യപ്പെടുന്നു. സ്കാറ്ററിങ് ആംഗിൾ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ഡയറക്ഷനും സ്കാറ്റേർഡ് ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളാണ്. ഇനി ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്
ആൽഫ പാർട്ടിക്കിളിൻ്റെ ട്രാജക്ടറിയും ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ സെൻറ്ററും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ്. അതായത് ആൽഫ പാർട്ടിക്കിൾ വരുന്ന അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കാണിക്കുന്ന ലൈനാണ് ഇതെന്ന് വിചാരിക്കാം. ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിലേക്കുള്ള ലൈനാണിത്. ഈ ലൈൻസ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്നുകൊണ്ട് മീൻ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇമ്പാക്റ്റ് പാരാമീറ്റർ ഡിഫൈൻ ഇങ്ങനെ ചെയ്യാം. ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ വെലോസിറ്റി വെക്റ്റർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് വെൻ ഇറ്റ് ഈസ് ഫാർ അവേ ഫ്രം ദ ന്യൂക്ലിയസ്. ഇപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിൽ നിന്ന് വളരെ അകലത്തായിരിക്കുമ്പോൾ, അതായത് സ്കാറ്ററിങ്ങോ ഡിഫ്ലക്ഷനോ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആൽഫ പാർട്ടിക്കിൾസ് വന്നുകൊണ്ടിരുന്ന ഒറിജിനൽ ഡയറക്ഷനും ന്യൂക്ലിയസിൻ്റെ സെൻറ്ററും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആൽഫ പാർട്ടിക്കിളിൽ നിന്ന് ന്യൂക്ലിയസിലേക്കുള്ള അകലമല്ല, ന്യൂക്ലിയസുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ കൂടി പോകുന്ന ലൈനും ആൽഫ പാർട്ടിക്കിളിൻ്റെ ഇനിഷ്യൽ ഡയറക്ഷനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതിനെയാണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് വിളിക്കാം. അതുപോലെ ഇമ്പാക്റ്റ് പാരാമീറ്ററിന് നമുക്ക് സ്കാറ്ററിംഗ് ആംഗിളുമായിട്ടുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷനാണിത്. ദാറ്റ് ഈസ് B is equal to R0/2 cot θ/2. Theta represents scattering angle. R0 is distance of closest approach. ഇത് നമ്മൾ എന്താണെന്ന് ഇതിനു മുമ്പ് കണ്ടതാണ്. അപ്പോൾ ഇമ്പാക്റ്റ് പാരാമീറ്റർ is represented by the symbol B and impact parameter B is equal to R0/2 cot θ/2. Now you can see that the impact parameter and scattering angle are related to each other. And impact parameter is directly proportional to cot θ/2. അങ്ങനെയാണെങ്കിൽ ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആയിട്ടുള്ള ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആ ആൽഫ പാർട്ടിക്കിൾ ഈ ഒരു ഡയറക്ഷനിൽ, അതായത് ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിന് നേരെ ആണ് വരുന്നതെങ്കിൽ B എന്തെന്ന് പറയാം, 0 ആണ്. B 0 ആയാൽ ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് cot θ/2 0 ആകണം. cot θ/2 0 ആകുന്നത് θ/2 90 ഡിഗ്രി ആവുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം θ വാല്യൂ 180 ഡിഗ്രി ആവുമ്പോഴാണ് എന്ന്. അതായത് ഗോൾഡ് ന്യൂക്ലിയസിന് സെൻറ്ററിന് നേരെയാണ് ഒരു ആൽഫ പാർട്ടിക്കിൾ വരുന്നതെങ്കിൽ ആ ആൽഫ പാർട്ടിക്കിൾ 180 ഡിഗ്രി സ്കാറ്റർ ചെയ്യപ്പെടും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. സോ അതുപോലെ തന്നെ ബിയുടെ വാല്യൂ കൂടുന്തോറും സ്കാറ്ററിംഗ് ആംഗിൾ കുറയുന്നതായിട്ട് കാണാം. കാരണം B is directly proportional to cot θ/2. So theta is inversely proportional to impact parameter. ഇപ്പോൾ നമ്മളിന്ന് തോംസൺസ് ആറ്റം മോഡൽ കണ്ടു. അതിനുശേഷം ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് റദർഫോർഡ് മോഡൽ, ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്. പക്ഷേ റദർഫോർഡ് മോഡൽ തോംസൺസ് ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്സ് എല്ലാം ഓവർകം ചെയ്യാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ടെങ്കിലും റദർഫോർഡ് മോഡലിനും ചില ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. അതിൽ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ റദർഫോർഡ് മോഡലിൻ്റെ ലാസ്റ്റ് സജഷനാണ്. അതായത് ഈ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് റേഡിയേഷൻ എമിറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് റദർഫോർഡ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസ് റേഡിയേഷൻ എമിറ്റ് ചെയ്താൽ അവയുടെ എനർജി കുറയുകയും അവ എനർജി കുറഞ്ഞ് അതിനേക്കാൾ റേഡിയസ് കുറഞ്ഞ പാത്തിലേക്ക് വരികയും ചെയ്യും. അവിടെയും വീണ്ടും അത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയും വീണ്ടും എനർജി എമിറ്റ് ചെയ്ത് എനർജി കുറഞ്ഞ് റേഡിയസ് കുറഞ്ഞ പാത്തിലേക്ക് വീണ്ടും വീണ്ടും വരികയും ചെയ്യും. അങ്ങനെ വീണ്ടും വീണ്ടും വന്ന് അവസാനം അത് ന്യൂക്ലിയസിൽ വന്ന് വീഴാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ വന്ന് വീണാൽ the atom will become unstable. So Rutherford model could not explain the stability of atom. ഇതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. അതിന് കാരണം നമ്മളിങ്ങനെ പറയാം, മോഡൽ അനുസരിച്ച് റിവോൾവിങ് ഇലക്ട്രോൺ ക്യാൻ എമിറ്റ് റേഡിയേഷൻ എന്നാണ് പറയുക. അങ്ങനെ എനർജി റേഡിയേറ്റ് ചെയ്താൽ എനർജി വിൽ ഡിക്രീസ്. സോ ഇറ്റ് വിൽ കണ്ടിന്യൂസ്ലി ഡിക്രീസ് ഇറ്റ്സ് റേഡിയസ് ആൻഡ് ഫൈനലി ഇറ്റ് വിൽ ഫോൾ ടു ദ ന്യൂക്ലിയസ് which causes instability for the atom. പക്ഷെ നമുക്കറിയാം ആറ്റംസ് എല്ലാം സ്റ്റേബിൾ ആണ്. അപ്പോൾ ഈ ഒരു മോഡൽ ഉപയോഗിച്ച് നമുക്ക് ഈ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. രണ്ടാമത്തെ ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. അതുപോലെ അവ
പല റേഡിയസ് ഉള്ള ഓർബിറ്റുകളിൽ റിവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. എനർജി കുറയുന്നതനുസരിച്ച് റേഡിയസും കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഓരോ പാത്തിൽ നിന്നും റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോൾ റേഡിയേഷൻസിൻ്റെ എനർജി ഡിഫറൻ്റ് ആയിരിക്കും, അവയുടെ വേവ് ലെങ്ത് ഒക്കെ ഡിഫറൻ്റ് ആകാം. അപ്പോൾ ഈ ഒരു മോഡൽ ഉപയോഗിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് റേഞ്ചിലുള്ള വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസിനെയാണ്. അപ്പോൾ ഇവിടെ സ്പെക്ട്രം നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്. പക്ഷേ എക്സ്പെരിമെൻ്റലായിട്ട് നമ്മൾ ഈ സ്പെക്ട്രം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലൈൻ സ്പെക്ട്രമാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ലൈൻ സ്പെക്ട്രം ഒക്കെ അന്ന് പിടിച്ചിരുന്നു, ഒബ്സർവ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ലൈൻ സ്പെക്ട്രത്തിൽ ചില പ്രത്യേക ലൈൻസ് ആയിട്ടാണ് റേഡിയേഷൻസ് കാണുക. ഈ ഓരോ ലൈനും ഓരോ ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ചില പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസ് മാത്രം എമിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും റദർഫോർഡ് മോഡലിന് സാധിച്ചില്ല. So these are the drawbacks of Rutherford's atom model. ഒന്ന്, it could not explain the stability of the atom, and the second is it could not explain the line spectrum of hydrogen atom. അപ്പോൾ ഈ ഡ്രോബാക്സ് ഓവർകം ചെയ്യുന്നതിന് പിന്നീട് ബോർ മോഡലൊക്കെ വന്നു, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം. So we'll conclude by this. Thank you.